+2 വരെയുള്ള എൻ്റെ പഠന കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളൊരു കൂട്ടാനെന്ന് പറയുന്നത് ദാ ഈ ഒരു കൂട്ടാനായിരിക്കും കേട്ടോ. കാരണം എത്ര കിട്ടിയാലും ഇപ്പോഴും വേണ്ടാന്നുള്ളത് ഞാൻ പറയൂല. അത്രയ്ക്കും ഇഷ്ടമായിട്ടുള്ളൊരു കൂട്ടാനാണ്. നമ്മളിവിടെ ഇതിനെ ഉള്ളിക്കൂട്ടാൻ എന്നാട്ടോ പറയുക. പലരും ഉള്ളി വാട്ടിയത്, ഉള്ളിയും തക്കാളി വാട്ടിയത് അങ്ങനെയൊക്കെ പറയും. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു നൊസ്റ്റാൾജിക് ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അതിനധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതാ 2 വലിയുള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനി അത് ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ആ തക്കാളി ഒന്നും കുക്കായി വരട്ടെ, അപ്പക്കിനൊന്നാണ്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കാര്യമായിട്ട് പൊടികളൊന്നും ഇല്ലാന്ന്, മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. എൻ്റെ ഉമ്മ അത് ഉണ്ടാക്കി തരുമ്പോൾ ഞാനും ഇന്നെ മറ്റേ ജയസൂര്യ പറഞ്ഞ പോലെ ഭംഗിക്ക് വേണ്ടി 2 താറാവ് മുട്ടയെന്ന് പറഞ്ഞില്ലേ എന്ന പോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിൻ്റെ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ ഉള്ളിക്കൂട്ട് അവിടെ റെഡിയായി. അത് ആ ചോറിൻ്റെ മുകളിലാണ്ട് ചൂടോട് കൂടിയിട്ട് ഉച്ചക്കാൽ 5 ബോക്സ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ അതിലുള്ള ആ എണ്ണയും മെഴുക്കും ഒക്കെ ചോറിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അതങ്ങ് കഴിച്ചാണ്ടല്ലോ ആഹാ സ്വർഗം. അപ്പോൾ നിങ്ങളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഏതായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ, മറക്കരുതേ.